വയനാട് ദുരന്തം കഴിഞ്ഞ് തൊട്ടുപിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. അത് സർക്കാരിന് വിനയായി ഭവിച്ചു വരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയോ എന്തോ PV അൻവർ അതിനുശേഷം മറ്റൊരു കടുത്ത ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നു. അത് മുഖ്യമന്ത്രിക്കുള്ള ഒരു ചെറു ഭീഷണിയായും കരുതുന്നവരുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റാഫ് അംഗമായ PCCക്കെതിരെ രൂക്ഷമായ ആരോപണം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരായുള്ള ആരോപണം വിരൽ ചൂണ്ടുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ്. എന്നാൽ പിണറായി വിജയനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും അദ്ദേഹത്തിന്റെ ഇടവും വലവും നിൽക്കുന്ന ADGP അജിത് കുമാറിനെതിരെയും PCCക്കെതിരെയും രൂക്ഷമായ രീതിയിലുള്ള ആരോപണവും ഉന്നയിച്ചുകൊണ്ട് PV അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി PV അൻവർ ഒരു വലിയ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് താൻ നടത്തിയ ആരോപണങ്ങളെല്ലാം മയപ്പെടുത്തുന്ന തരത്തിൽ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള പല വാക്കുകളും പറയുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ PV അൻവറിനെ അപ്പാടെ തള്ളുകയായിരുന്നു. ഒരു MLAക്ക് ചേർന്ന പണിയല്ല PV അൻവർ നടത്തുന്നത്, ഫോൺ ചോർത്തുന്നത് ഒരു MLAക്ക് ചേരുന്ന പണിയല്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ PV അൻവറിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ്. കൂടാതെ താനുമായി വെറും 5 മിനിറ്റിൽ കൂടിക്കാഴ്ച നടത്തിയത് ധാരാളം സമയം കൂടിക്കാഴ്ച നടത്തിയെന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതും ശരിയായില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഇവിടെ VD സതീശൻ അതേ വിഷയം തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് PV അൻവറിനെ ഭയമാണ്, അല്ലെങ്കിൽ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെ എതിർക്കുന്നത് ആകെ PV അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പഴയ കോൺഗ്രസ്സുകാരൻ്റെ സ്വഭാവമാണ് PV അൻവർ ഇപ്പോഴും കാണിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിർത്തുന്നത്, അദ്ദേഹത്തെ പുറത്താക്കിക്കൂടെ എന്ന ചോദ്യവും VD സതീശൻ ഉയർത്തുന്നുണ്ട്. സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്ന PV അൻവർ, സ്വന്തം ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുന്ന PV അൻവറുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ മാത്രം കേസെടുക്കുകയും മറ്റുള്ളതെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന പ്രവണത ശരിയല്ല എന്നതാണ് VD സതീശന്റെ ഭാഗം. ഒപ്പം VD സതീശൻ ഉയർത്തിക്കാട്ടുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുമ്പോൾ അത് ഇത്തരത്തിൽ നാട്ടുകാരെ കബളിപ്പിക്കുന്ന രീതിയിൽ, വോട്ടർമാരെ കബളിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായ കണക്കുകൾ പുറത്തുവിടുന്നത് ശരിയല്ല. കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് വേണ്ട ധനസഹായം സത്യസന്ധമായി എഴുതി വാങ്ങേണ്ടതാണ് ചെയ്യേണ്ട രീതി. അല്ലാതെ ഇത്തരത്തിൽ കള്ളക്കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദൂരത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ പക്കൽ നിന്ന് നഷ്ടമായിട്ടുള്ള സമ്പത്തിനെ തിരിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നികത്തുവാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തെ മുതലാക്കരുത്, ചൂഷണം ചെയ്യരുത് എന്ന കടുത്ത ഒരു ആരോപണവും VD സതീശൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പൊ ആ ഭരണകക്ഷി MLAയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി MLA നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു, പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ MLAക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി MLAക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്ന പറയുന്നത്, അയാളിപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് ADGPക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഒരു യുക്തിയില്ല. മുഖ്യമന്ത്രി PV അൻവറിനെ ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ്.
ADGPക്കെതിരെ പകുതി ആരോപണം, എല്ലാം ഇല്ല, മറ്റതും ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചത്? തന്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ 1 മണിക്കൂർ സംസാരിച്ചു. 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു RSS നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ചെറുവിരലനക്കി ഈ ഉദ്യോഗസ്ഥനെതിരെ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് RSS നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന്? നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ RSS നേതാക്കളെ കാണാൻ? മുതിർന്ന നേതാക്കളെ, RSSന്റെ നേതാക്കളെ കാണാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ്. അത് പഴയ ജയറാം മെഡിക്കലിന്റെ കഥയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട. വയനാട് കാര്യത്തെ, വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജറേറ്റ് ചെയ്ത കണക്കാണ്. നിങ്ങൾ എന്ത് എസ്റ്റിമേറ്റ് ആണ്? 90 ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ്. ഏത് തെരച്ചില്? എത്ര ദിവസം നടത്തി തെരച്ചില്? എത്ര ദിവസം അവിടെ നടത്തി തെരച്ചില്? എന്ത് കണക്കാണ്? ഞങ്ങൾ പറഞ്ഞത്, പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ വിശ്വാസ്യത തകർത്തുവെന്നാണ്. ഞങ്ങൾ തയ്യാറാണ്. കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല. അവിടെ തുക ആവശ്യമുണ്ട്, റീഹാബിലിറ്റേഷൻ തുക ആവശ്യമുണ്ട്. ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി. ഇതിന്റെ പ്രശ്നം എന്താണ്? കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതങ്ങ് ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ എന്താണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഗുഡ് ഗവേണൻസ് കേരളത്തിലില്ല. അതാണ് പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടിരുന്നതിന്റെ താഴെ കയ്യൊപ്പ് വയ്ക്കുന്നവരാണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ്, അത് തന്നെ ഒരു ദുരന്തമാണ്. അവർ തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. 2016 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ് ഇപ്പോഴും ഉള്ളത്. 8 കൊല്ലം കഴിഞ്ഞിട്ടും ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ കേരളത്തിൽ മാറി, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്വഭാവം തന്നെ മാറി. എന്നിട്ട് അത് ആ കണക്ക് ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം എന്ന് മുഖ്യമന്ത്രി പറയാണ്. പണ്ടും മാധ്യമ വിരോധം, ഞങ്ങളെയൊക്കെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ, വ്യക്തിപരമായി വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ മുന്നണിയെ വിമർശിക്കാറുണ്ടല്ലോ. ഞങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ വിമർശനം ചിലപ്പോൾ ശരിയായിരിക്കും, അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ തെറ്റായി വിമർശിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് പറയും ഇതാണ് ശരിയെന്ന് പറയും. അതിന് കേസെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പൊ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഹൈക്കോടതി വിധിയെ വളച്ചൊടിച്ചത്. കേസെടുക്കണമെങ്കിൽ ഞാനൊരു 10 കേസ് വരാം. ആദ്യം ആ ദേശാഭിമാനിക്കെതിരെ കേസെടുക്കും.